Good morning, all of you. Have a nice day. Today, we are going to learn about perfect tense. Perfect tense means whatever that is just completed in the present, past, and future. So, here we are learning about present perfect tense, past perfect tense, and future perfect tense. So let us learn about the details of present perfect tense, past perfect tense, and future perfect tense. Let us go and learn with the eminent grammar teacher about these three tenses. Once more I am saying that present perfect tense, past perfect tense, and future perfect tense. All of you should understand the structure of these perfect tenses and what are the uses. Then it will give you a better knowledge in English. That means spoken, written, and reading. Okay, that means it will improve all in all of English language by learning these grammar points. Okay. Present continuous tense, present perfect tense ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 വിഭാഗങ്ങളിൽ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ചാർട്ട് എങ്ങനെയാണ് വരുന്നത്, അതായത് അതിനകത്ത് സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, മെയിൻ വെർബ് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഐ, യു, ദേ, വി ഈ 4 സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ മെയിൻ വെർബിൻ്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ യൂസ് ചെയ്യണം. ഷീ, ഹി, ഇറ്റ് വരുവാണെങ്കിൽ ഹാസ്. അതിൻ്റെ കൂടെ മെയിൻ വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഐ, യു, ദേ, വി വരുമ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. പിന്നെ രണ്ടിനും നമ്മൾ ഏതാണെങ്കിലും കൊള്ളാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത്, മെയിൻ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കണം. പിന്നെ ഐ, യു, ദേ, വി വന്നാൽ ഹാവ്, ഷീ, ഹി, ഇറ്റ് വന്നാൽ ഹാസ്. അത്രയേ ഉള്ളൂ. ഇനി ഇതിനെല്ലാം കുറച്ച് സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൂടാതെ തന്നെ കുറച്ച് സന്ദർഭങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. We use the present perfect tense for actions in the past which have a connection to the present. അപ്പം ജനറലി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് പാസ്റ്റുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതായത് പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യമാണത്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ഫിനിഷിംഗ് ആണ് ഇവിടെ നമുക്ക് ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. The time when the action happened or finished is നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടൈം വെൻ ദ ആക്ഷൻ ഹാപ്പൻഡ് ഓർ ഫിനിഷ്ഡ്, അത് എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് ഫിനിഷ് ആയത് എന്നുള്ളത്, എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. അതായത് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പാസ്റ്റിലാണ്, പക്ഷെ ആക്ഷൻ ഫിനിഷ് ആയിരിക്കുന്നത് പ്രസൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഫിനിഷായി. പക്ഷേ ഈ ആക്ഷൻ പാസ്റ്റിനും പ്രസൻറ്റിനും എപ്പോഴാണ് അത് നടന്നത് എന്ന് വ്യക്തമല്ല, ആ ആക്ഷൻ നടന്നത് എന്ന് ക്ലിയർ അല്ല. ഇവിടെ നമുക്ക് ഈ സന്ദർഭം നോക്കാം. ഇവിടെ 2 പേര് തമ്മിലുള്ള സംസാരമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ കോൺവെർസേഷൻ വഴി നിങ്ങൾക്ക് അല്പം കൂടി ഈസി ആയിട്ട് മനസ്സിലാകും. അങ്കിൾ, വെർ ഈസ് ജോൺ? അപ്പം ഒരാൾ ചോദിക്കുകയാണ്, അത് ചിലപ്പം ചോദിക്കുന്ന ആൾ ജോണിൻ്റെ ഫ്രണ്ടായിരിക്കാം. അപ്പം ചോദിക്കുക, അങ്കിൾ വെർ ഈസ് ജോൺ? He has gone to past and past continuous tense. Now we are going to learn about past perfect tense. ഇപ്പോൾ നിങ്ങൾക്ക് 4 ടെൻസിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നാണ്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ
പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. പാസ്റ്റിൻ്റെ പാസ്റ്റ് നടന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. The past perfect tense describes an action before a certain moment in the past. പാസ്റ്റ് നടന്നിട്ടുള്ള ഒരു കാര്യം, പാസ്റ്റിൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. If two actions happened in the past, it may be necessary to show which action happened earlier than the other. The past perfect is mainly used in such situations. The simple past is used in one clause and the past perfect in the other. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ഞാനൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യം തീർച്ചയായിട്ടും അത് ആദ്യം നടന്നതും മറ്റേ കാര്യം രണ്ടാമത് നടന്നതും ആയിരിക്കും. ഒരേ സമയത്ത് നടന്നതും ആയിരിക്കും അത്, പക്ഷേ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പം ആ രണ്ട് കാര്യങ്ങളിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലും മെൻഷൻ ചെയ്യും. ക്ലിയർ ആയി കാണുമല്ലോ. അതായത് ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലുമാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ചിലപ്പം ആദ്യം നടന്ന പ്രവൃത്തിയിൽ രണ്ട് ആക്ഷൻസ് കാണുമായിരിക്കും, രണ്ടാമത് നടന്ന പ്രവൃത്തിയിലും ചിലപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആക്ഷൻസ് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയായിരിക്കും, പക്ഷേ രണ്ട് ആക്ഷൻസ് നടന്നിരിക്കും. ആ രണ്ട് ആക്ഷൻസിൽ ഒന്ന് ആദ്യത്തേതും മറ്റേത് രണ്ടാമത്തെ പ്രവൃത്തിയുമായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാകും. I had finished cooking before the guest arrived. ഇവിടെ I had finished cooking, ഞാൻ എൻ്റെ കുക്കിംഗ് ഗസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്തു. അപ്പം ഇവിടെ ഫിനിഷ്ഡ് കുക്കിംഗ് ഉള്ളത് ഒരു പ്രവൃത്തിയും ഗസ്റ്റ് അറൈവ്ഡ് എന്നുള്ളത് മറ്റൊരു പ്രവൃത്തിയും പാസ്റ്റിൽ നടന്നതാണ്. ഇത് രണ്ടും പാസ്റ്റിൽ നടന്നതാണ്, പക്ഷേ ഒരു പ്രവൃത്തി ആദ്യം നടന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു പ്രവൃത്തി ഏതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ഐ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ്, അതാണ് ആദ്യം നടന്ന പ്രവൃത്തി. അതെന്തുകൊണ്ടെന്നാൽ ബിഫോർ ദ ഗസ്റ്റ് അറൈവ് ഞാൻ ആ പ്രവൃത്തി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ് ആണ് ആദ്യം നടന്ന പ്രവൃത്തി. ദ ഗസ്റ്റ് അറൈവ്ഡ്, ദാറ്റ് ഈസ് സെക്കൻഡ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പം നമുക്കിങ്ങനെ ഈ ഐ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ് ഫസ്റ്റ് പ്രവൃത്തി ചിലപ്പം ഒന്നിൽ കൂടുതൽ ആയിരിക്കാം. ദാറ്റ് മീൻസ് ഐ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ്, മൈ ബാത്തിങ് ആൻഡ് മൈ അതർ വർക്ക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വരാം. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രവൃത്തി മാത്രമേ ഇതിനകത്ത് കാണിച്ചുള്ളൂ. അപ്പം ഞാൻ ഒരു പ്രവൃത്തി, അടുത്ത ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. ആ നടക്കുന്ന പ്രവൃത്തിക്ക് മുമ്പ് ഞാൻ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ ചെറുതായ തോതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ അഫർമേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് മീൻസ് പോസിറ്റീവ് സെൻറ്റൻസ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്ട്സ് ഐ, ഹി, ഷീ, ഇറ്റ്, യു, ദേ, വി. ഇവിടെ എല്ലാ പ്രാവശ്യവും ഞാൻ സബ്ജക്ട്സിൽ പ്ലൂറലിനെയും സിംഗുലറിനെയും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഞാൻ അതിനെ ഒന്നിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെൻസാണ്. ഇവിടെ നമുക്ക് പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിലും സിംഗുലർ ആണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ജസ്റ്റ് ഹാഡ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് തേർഡ് ഫോം ഓഫ് ദ വെർബ് ഞങ്ങൾ ആഡ് ചെയ്യണം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്, തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വെരി ഈസിയാണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ്, അതായത് ഹാഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ തേർഡ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു
ടെൻസ് ആണിത്. അപ്പോൾ പോസിറ്റീവ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഫ്യൂ എക്സാമ്പിൾസ് നമുക്ക്. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഇവിടെ ഞാൻ രണ്ട് പ്രവൃത്തിയും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോവായിരുന്നു, അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹോംവർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മളങ്ങനെ അത് ആ രണ്ടാമത്തെ പ്രവൃത്തിയെ മെൻഷൻ ചെയ്യാതെ തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ചിലപ്പം കേൾക്കുന്ന ആൾക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ പറയാത്തത്. അങ്ങനെ നമുക്ക് സംസാരിക്കാം. അത് നെസസറി അല്ല രണ്ട് ആക്ഷൻസും നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നു. പക്ഷേ ഈ രണ്ട് ആക്ഷൻസ് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂ മോർ എക്സാമ്പിൾസ് നോക്കാം. ഹി ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ ഐ കെയിം. അവൻ ഞാൻ വരുന്നതിന് മുമ്പേ ഉറങ്ങി. അപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ആക്ഷൻ, അതുകൊണ്ട് അതിനെ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ആക്കി. ആൻഡ് ഐ കെയിം എന്നുള്ളത് അത് രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ്, അതിനെ സിമ്പിൾ പാസ്റ്റിലും എഴുതിയിട്ടുണ്ട്. ഷി ഹാഡ് റീച്ച് ദ സ്റ്റേഷൻ ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഷി ഹാഡ് റീച്ച് ദ സ്റ്റേഷൻ, അവൾ സ്റ്റേഷനിൽ എത്തി. ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്, ട്രെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ സ്റ്റേഷനിൽ എത്തി. അപ്പം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഷി ഹാഡ് റീച്ച് ദ സ്റ്റേഷനാണ് ഫസ്റ്റ് നടന്ന ആക്ഷൻ. ബിഫോർ ദി ട്രെയിൻ അറൈവ്ഡ്, ട്രെയിൻ അറൈവ്ഡ് സെക്കൻഡ് ആക്ഷനുമാണ്. അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് നടന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും എഴുതി, സെക്കൻഡ് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ദ ബെൽ ഹാഡ് റങ് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ. ദ പേഷ്യൻസ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. I went after he had gone. He reached the station after the train had arrived. അപ്പം ഇവിടെ he reached the station after the train had arrived. ഇവിടെ ഫസ്റ്റ് വൺ ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ, ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. അവിടെ നമ്മൾ ഷീ ഹാഡ് റീച്ച് ദ സ്റ്റേഷൻ ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. അവിടെ ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ് സെക്കൻഡ് നടന്ന ആക്ഷനാണ്, അതുകൊണ്ട് അതിനെ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. അതായത് ഞാൻ സംസാരിക്കുന്നത് തേർഡ് എക്സാമ്പിളിനെ പറ്റിയാണ്. അതേപോലെ തന്നെ സെവൻത്ത് എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കുന്ന എക്സാമ്പിളിൽ ഹി റീച്ച് ദ സ്റ്റേഷൻ ആഫ്റ്റർ ദ ട്രെയിൻ ഹാഡ് അറൈവ്ഡ്. ഇവിടെ ദ ട്രെയിൻ ഹാഡ് അറൈവ്ഡ്, അതായത് ഇവിടെ ട്രെയിൻ അറൈവ് ചെയ്തതാണ് ഫസ്റ്റ് നടന്ന ആക്ഷൻ, അതുകൊണ്ടാണ് അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഹി റീച്ച് ദ സ്റ്റേഷൻ അത് സെക്കൻഡ് നടന്ന ആക്ഷനാണ്, അതുകൊണ്ട് ഞാനതിനെ സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദേ ഫിനിഷ്ഡ് ദ ഡിന്നർ ആഫ്റ്റർ ഐ ഹാഡ് റീച്ച്ഡ്. By the time John moved to UK, he had graduated from Delhi University. When the president came to power, the economy had improved. അപ്പം ഈ ഉള്ള എക്സാമ്പിൾസിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മീനിങ് മനസ്സിലാക്കിയിട്ട് അത് ഏത് പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് നമ്മൾ സെൻറ്റൻസ് നമ്മൾ നോക്കിയാണ് മീനിങ് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഏത് രണ്ട് പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ആ രണ്ട് പ്രവൃത്തിയിൽ ഏതാണ് ആദ്യത്തെ പ്രവൃത്തി, അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും പറയും. അത് രണ്ടാമത്തെ നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു വെച്ചാൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ മൂന്നാമത്തെ വിഭാഗം, അതായത് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. അതായത് സിമ്പിൾ ഫ്യൂച്ചറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വിഭാഗം കൂടിയുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലെ എല്ലാ വിഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു, പ്രസന്റ് ടെൻസിലെ എല്ലാ ഡിവിഷൻസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ഫൈനൽ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. Future perfect tense. The future perfect tense is used to talk about actions that will be completed by a certain future time. Future perfect. പെർഫെക്റ്റ് എന്ന് പറയുന്നത് എല്ലാം കംപ്ലീറ്റിനെ ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ആക്ഷൻ കംപ്ലീറ്റഡ്, അതാണ് നമ്മൾ പഠിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പഠിച്ചത് ആക്ഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം നമ്മൾ
അത് നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് ഒരു തറപ്പിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി ഞാനൊരു വളരെ നല്ല ഒരു ഉദാഹരണം, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം ഇത്. സപ്പോസ് ഒരു വീട്ടിൽ അമ്മ പറയുക മോളോട്, നാളെ എക്സാമാണ്. അപ്പം മോളോട് പറയുക, മോളെ നീ TV കണ്ടുകൊണ്ടിരിക്കുകയാണോ, നാളെ നിനക്ക് എക്സാം അല്ലേ എന്ന് പറയുന്നതും മോളുടെ ആൻസർ ഇതായിരിക്കും, അമ്മേ നാളെ ഞാൻ എക്സാമിന് മുമ്പ് എല്ലാ പോർഷൻസും പഠിച്ചു കഴിഞ്ഞിരിക്കും, എൻ്റെ എല്ലാ പോർഷൻസും പഠിച്ചു കഴിഞ്ഞിരിക്കും, നാളെ പഠിച്ചു കഴിഞ്ഞിരിക്കും എന്ന് തറപ്പിച്ച് പറയുകയാണ്. അതും ബിഫോർ എക്സാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഈ പ്രവൃത്തി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന ഒരു രീതിയിലും ഇതാകാം. അല്ലെങ്കിൽ ബൈ ദിസ് ടൈം, ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഫ്യൂച്ചറിൽ ഉള്ള പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും. ഞാൻ മാത്രമല്ല, ഏത് വ്യക്തിയാണെങ്കിലും ഏത് സബ്ജക്റ്റാണ് അവിടെ വരുന്നത് അതിനനുസരിച്ച്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മളുടെ സംസാരത്തിൽ, ഡെയിലി സംസാരത്തിൽ പല പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൻ വരുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, അത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മോൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കിച്ചൺ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവന് വേണ്ടിയുള്ള സ്നാക്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കും. അത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പല പ്രാവശ്യവും, ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പലപ്പോഴും ടെൻസ് നമ്മൾ കാണാപ്പാഠം പഠിക്കാറുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചു വയ്ക്കും, ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും. ഈ ടെൻസ് വരുമ്പം ഹാവ് ചേർക്കണം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം, കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ING ഫോം ആയിരിക്കും, ഒക്കെ പഠിച്ചൊക്കെ വയ്ക്കും. പക്ഷേ അത് ലൈഫിൽ സംസാരിക്കുമ്പോൾ എവിടെയാണ് ഇത് യൂസ് ആകുന്നത് എന്നത് നമുക്ക് മനസ്സിലാകാറില്ല പലപ്പോഴും. അതുകൊണ്ടാണല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ടെൻസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ആ ടെൻസ് നമ്മളുടെ സംസാരത്തിൽ നമ്മൾ ഡെയിലി സംസാരിക്കുമ്പോൾ അത് എവിടെയാണ് അത് യൂസ് ആകുന്നത്, എവിടെയാണ് നമ്മളുടെ ആ ടെൻസിൻ്റെ പ്രയോഗം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെൻസ് വളരെ ഈസി ആയിരിക്കും. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് ടെൻസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഈ ടെൻസിൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ പെർഫെക്റ്റ് ഐഡിയ കിട്ടിയിരിക്കും. ഈ പറഞ്ഞ ഒരു സെൻറ്റൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. മനസ്സിലായല്ലോ ഇപ്പം എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് മീൻസ് പോസിറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, ഏതൊക്കെ സ്ട്രക്ചറിലാണ് അത് വരുന്നത്, ഏതൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട്സ് പ്ലസ് വിൽ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മൈൻഡിൽ വയ്ക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തത്. കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലോ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്തത്. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ്. ഇതൊന്ന് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ടെൻസ് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
John will have finished writing his homework by 9 o'clock. Okay, John by 9 o'clock homework finish ചെയ്തിട്ടുണ്ടായിരിക്കും. He will have submitted his project by Monday. By the time you arrive, the train will have departed. The rain will have stopped by tomorrow. She will have prepared the breakfast by the time the children wake up. ഞാൻ കുറേ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. ദ സെയിം വേയിലാണ് ഇതിൻ്റെ എല്ലാ സ്ട്രക്ചർ. ഒരു കാര്യം ചെയ്യുന്നത്, അതായത് അത് ഞാൻ ഫ്യൂച്ചറിൽ ചെയ്തിരിക്കും, ഈ ടൈമിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബൈ മൺഡേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഞാൻ ആ പ്രവൃത്തി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. അത് ഫിനിഷ് ആയിരിക്കും. അതാണ് ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്.